ആദ്യം നമ്മുടെ ആ ക്യാമ്പസിൽ ഇപ്പോൾ പ്രതിഷേധം നടക്കുകയാണ്. അവിടെ അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഈ ക്യാമ്പസിൽ SFIയുടെ മൃഗീയാധിപത്യമുള്ള ഒരു ക്യാമ്പസാണെന്ന് പറയുമ്പോൾ പോലും അവിടെ കേസ് ഉണ്ടാവാതിരിക്കില്ലല്ലോ, അല്ലെങ്കിൽ ABVP ഉണ്ടാവാതിരിക്കില്ലോ, ഒരു 5-6 പേരെങ്കിലും ഉണ്ടാകുമല്ലോ. അല്ലെങ്കിൽ പോട്ടെ, ഈ പറയുന്ന കോളേജിന് പുറത്തിവരൊക്കെ ഉണ്ടല്ലോ, ഇക്കാലം അത്രയും അവർ ഒരു പ്രതിഷേധവും കണ്ടില്ല, ഒന്നും കണ്ടില്ല, വൈകിയാണെങ്കിലും പ്രതിഷേധിക്കുന്നു. പോട്ടെ, സിദ്ധാർത്ഥിന് നീതി കിട്ടും മട്ടിൽ ആ പ്രതിഷേധത്തെ ഒരു പ്രതിഷേധ രൂപമാക്കി മാറ്റാൻ ഈ വിദ്യാർത്ഥി സംഘടനകൾക്ക് കഴിയുന്നുണ്ടോ? എന്താണ് അവിടെ നടക്കുന്നത് അരുൺ? ഹാഷ്മി, സിദ്ധാർത്ഥിന്റെ കൊലപാതകം നടന്നത്, അതായത് സിദ്ധാർത്ഥിന്റെ ആത്മഹത്യ നടന്നത് മുതൽ തന്നെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ സമരരംഗത്തുണ്ട്. പക്ഷേ വിദ്യാർത്ഥികൾ ആരും തന്നെ ക്യാമ്പസിൽ പഠിക്കുന്ന സിദ്ധാർത്ഥിന്റെ സഹപാഠികൾ ആരും തന്നെ ഈ കാര്യങ്ങൾ പുറത്തു പറയാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. അത് എടുത്തു പറയേണ്ട കാര്യം, ഈ ക്യാമ്പസിനകത്തെ അധ്യാപകരുൾപ്പെടെ ഡീൻ ഉൾപ്പെടെ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല, ഇവരുടെ സീനിയർ വിദ്യാർത്ഥികൾ, ഈ സിൻജോ ജോൺസൺ ഉൾപ്പെടെയുള്ള സീനിയർ വിദ്യാർത്ഥികൾ ഇവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിദ്യാർത്ഥികൾ ഒരു കാര്യം, അതായത് സിദ്ധാർത്ഥിന് മർദ്ദനമേറ്റ വിവരവും മറ്റു കാര്യങ്ങളൊന്നും തന്നെ പുറത്തു പറയാതിരുന്നതെന്നാണ് പോലീസും നൽകുന്ന വിവരം. എന്തായാലും ക്രൂരമായ മർദ്ദനം ഏറ്റിരിക്കുന്നു സിദ്ധാർത്ഥിന് എന്നുള്ളതാണ് നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, പോലീസിന്റെ ഈ അറസ്റ്റിലായ 7 പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും ഇക്കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ നിലവിൽ ക്യാമ്പസിന് പുറത്താണ് ഞാനുള്ളത്, അതായത് വെറ്റിനറി സർവകലാശാലയ്ക്ക് പുറത്ത് റോട്ടിലാണ്. ആ റോട്ടിൽ ഇപ്പോൾ ABVPയും KSUവും സമരം ഏറ്റെടുത്തു കഴിഞ്ഞു. ABVP 24 മണിക്കൂർ ഉപവാസ സമരമാണ് നടത്തുന്നത്. തൊട്ടപ്പുറത്ത് KSUവിന്റെ സമരപ്പന്തലുണ്ട്. KSU അനിശ്ചിതകാല നിരാഹാര സമരവുമായി രംഗത്തുണ്ട്. നാളെ മുതൽ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും KSUവിന്റെ സമരം ആരംഭിക്കുകയാണ്. പന്തംകുളത്തി പ്രതിഷേധമാണ് നാളെയുള്ളത്. 4-ാം തീയതി സംസ്ഥാന KSU കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വെറ്റിനറി സർവകലാശാലയ്ക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ABVP ആകട്ടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സിദ്ധാർത്ഥിന്റെ രക്ഷിതാക്കളെയും കൊണ്ട് സമരമിരിക്കാനാണ് ABVP തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ സമരം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഈ രാത്രിയിലും ഈ സിദ്ധാർത്ഥിന് നീതി ലഭിക്കണം. 24 മണിക്കൂറാണ് ഈ രാത്രി, സമരത്തിന്റെ രാത്രി ആവട്ടെ അവിടെ.